Hello guys, welcome to my channel. ഞാൻ ഷാനു ഷാജി. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു കോച്ചിങ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാതെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ IELTS എക്സാം ഞാൻ ക്ലിയർ ചെയ്തു എന്നുള്ള കാര്യമാണ്. ഇതിനു വേണ്ടി ഞാൻ റെഫറൻസ് ഉപയോഗിച്ച യൂട്യൂബ് ചാനൽ, ബുക്സ്, വെബ്സൈറ്റ് എല്ലാം ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. IELTS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അക്കാഡമിക്കും ഉണ്ട്, ജനറലും ഉണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്തത് IELTS അക്കാഡമിക് ആണ്. എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് ലിസ്ണിങ്ങിൽ 7.5, റൈറ്റിങ്ങിൽ 6, റീഡിങ്ങിൽ 6.5 ആൻഡ് സ്പീക്കിംഗിൽ 8. ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് 7 ആണ്. നിങ്ങളിപ്പോൾ പഠിക്കാൻ വേണ്ടി പുറത്തുള്ള അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിൻ്റെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റീസും 6ഉം 6.5 ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ 7 എന്ന സ്കോർ നിങ്ങൾക്ക് സുഖമായിട്ട് അഡ്മിഷൻ കിട്ടാവുന്നതേ ഉള്ളൂ. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്ത യൂട്യൂബ് ചാനൽസ് എന്ന് പറയുന്നത് IELTS ലിസ്റ്റ്, ഫാസ്റ്റ് ട്രാക്ക് IELTS, E2 IELTS. ഈ 3 ചാനലാണ് ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുക. ഈ 3 ചാനൽസ് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൽ ഓരോന്നിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ IELTS ലിസ്റ്റ് എന്നുള്ള ചാനൽ ഇവരെ വെബ്സൈറ്റുമുണ്ട്. IELTS ലിസ്റ്റ് ഇതിൻ്റെ കംപ്ലീറ്റ് ഗൈഡൻസ് തരുന്നൊരു യൂട്യൂബ് ചാനൽ ആസ് വെൽ ആസ് വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് റൈറ്റിംഗ് സെഷൻ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റിംഗ് സെഷന് എനിക്ക് തോന്നുന്നു IELTS ലിസ്റ്റ് വളരെ നല്ലതാണ്. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് IELTS ട്രിക്സ് ആൻഡ് ടിപ്സ്. ഫോർ എക്സാമ്പിൾ, ഈ എക്സാമിന് ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ ടൈമിങ്ങിനുള്ളിൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് IELTSന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഷോർട്ട് വീഡിയോസ് ആണ്. അതിൽ ഉള്ള അവർ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള E2 IELTS ആണ്. E2 IELTS എന്നുള്ള ചാനൽ കുറച്ച് ലോങ് വീഡിയോസ് ആണ്, എലാബറേറ്റഡ് വീഡിയോസ് ആണ്. എങ്കിലും ലിസ്ണിംഗ് സെക്ഷനിലൊക്കെ E2 IELTSന്റെ വീഡിയോസ് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. IELTS വേണ്ടിയിട്ടുള്ള ബുക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നേക്കാം, ഏത് ബുക്ക് വാങ്ങണം, ഏത് ബുക്കാണ് റൈറ്റ് ആയിട്ടുള്ളത്. വളരെ കട്ടി കൂടിയ ബുക്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് IELTS വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് മെയിൻലി വേണ്ടത് ഈ ബുക്കാണ്. കാംബ്രിഡ്ജ് IELTS എന്നുള്ള ഈ ബുക്ക് വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് കാംബ്രിഡ്ജ് IELTS സീരീസ് 6 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് സീരീസ് 13 ആണെന്ന് തോന്നുന്നു. ഈ ബുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും ഇതേ മോഡൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ധാരാളമാണ് ബുക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ ഒരു CD കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കൊടുത്ത അഡ്രസ്സിലേക്ക് എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷന് ശേഷം IELTSന്റെ അവർ തന്നെ IELTS എസെൻഷ്യൽ ഗൈഡിനായിട്ടുള്ള ഈ ബുക്ക് നമ്മൾ വീട്ടിലേക്ക് അയച്ചിരുന്നതായിരിക്കും. ഇതിന് രണ്ടിനും ഏകദേശം ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഞാൻ പറയുന്നത് ഇതിൻ്റെ കൂടി CD ഉണ്ട്. അപ്പോൾ ഈ 2 ബുക്സ് മാത്രമേ ബുക്സിന് ആയിട്ട് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊരു ബുക്സ് ഞാൻ നോക്കിയിട്ടില്ല. സോ ഈ CD നിങ്ങൾക്ക് ഇൻ കേസ് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഇല്ലാത്ത സ്ഥലത്താണ്, അല്ലെങ്കിൽ CD ഇടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കാംബ്രിഡ്ജ് IELTS സീരീസ് 6 അല്ലെങ്കിൽ സീരീസ് 12 നടിച്ചതിന് ശേഷം ലിസ്ണിംഗ് ടെസ്റ്റ് 1 ലിസ്ണിംഗ് ടെസ്റ്റ് 2 നടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ് നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലിസ്ണിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെയിം ഇസ് ദ കേസ് വിത്ത് IELTS എസെൻഷ്യൽ ഗൈഡ്. ഇതിൻ്റെയും നിങ്ങൾക്ക് ഓഡിയോ ക്ലിപ്പിംഗ്സ് യൂട്യൂബിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻ കേസ് CD നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്ത് പ്ലേ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്ണിംഗ് ടെസ്റ്റ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ IELTSൽ സ്പീക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്പീക്കിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് ഇതേ ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. സ്പീക്കിംഗ് സെഷൻ, സോ ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ 3 പാർട്സ്. സ്പീക്കിംഗ് സെഷനിൽ ഉള്ള ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ബുക്കിൽ നമുക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്വന്തം ഒന്ന് സംസാരിച്ച് നോക്കുക. ഈ ടോപ്പിക്സിനെ പറ്റിയിട്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, എവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്, അതെല്ലാം സെൽഫ് അനാലിസിസ് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് ആവുന്നത്, എങ്ങനെയാണ് സംസാരിക്കണം. കാരണം നിങ്ങൾ സംസാരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്കൊരു ഷൈനസോ ഇൻഹിബിഷനോ ഉണ്ടായേക്കാം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ്, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ എനിക്ക് ലിസ്ണിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ടെസ്റ്റ് ഒരു ദിവസമായിരുന്നു.
അതിനുശേഷം സ്പീക്കിംഗ് ടെസ്റ്റ് വേറൊരു ദിവസമായിരുന്നു. സ്പീക്കിംഗ് ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സ്പീക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയിട്ടുള്ളത്. 8 ആണ് എൻ്റെ സ്കോർ. അപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ നാച്ചുറലായിട്ട് സംസാരിക്കണം. നിങ്ങളല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പലരും പറയുന്നത് സ്പീക്കിങ്ങിൽ ഫാസ്റ്റായിട്ട് സംസാരിക്കരുത്, സ്ലോ ആയിട്ട് സംസാരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നോ സ്ലോ ആയിട്ട് സംസാരിക്കുന്നോ എന്നുള്ളതല്ല മാറ്റർ ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ നാച്ചുറലായിട്ട് എങ്ങനെ സംസാരിക്കുന്നോ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. കാരണം ആദ്യം നിങ്ങൾ ഒരു ഫാസ്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ പെട്ടെന്ന് സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ എക്സാമിനേറ്റർ അത് നല്ല രീതിയിൽ എടുത്ത് എന്ന് വരില്ല. നേരെ മറിച്ച് ഈ സ്പീക്കിംഗ് എക്സാമിൻ്റെ സമയത്ത് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദേ നോട്ട് ടെസ്റ്റിംഗ് യുവർ സബ്ജക്ട് നോളജ് അല്ല അവർ ടെസ്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ആണ്, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ അതെങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് എക്സാമിനേറ്റർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പീക്കിംഗ് സെക്ഷൻ്റെ സമയത്ത് അവരെല്ലാം ഒരു റെക്കോർഡിംഗ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്തൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമലി ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുക അതേപോലെ തന്നെ സ്പീക്കിംഗ് ടെസ്റ്റിൽ ക്യാരി ഓൺ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ്റെ ബേസ്ഡ് ആണ് തേർഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ. ആദ്യം രണ്ടിനും റിലേഷൻ ഉണ്ട്. കാരണം എൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് സ്പീക്കിംഗ് ടെസ്റ്റിൽ സെക്കൻഡ് പാർട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് തേർഡ് പാർട്ടിൽ വരുന്നത്. സോ നിങ്ങൾ പെട്ടെന്ന് സ്റ്റക്കായി പോകരുത്. അതേമാതിരി തന്നെ ഇടയ്ക്ക് ലാഗ് വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി സ്പീക്കിംഗ് ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പീക്കിംഗ് ടെസ്റ്റ് എനിക്ക് വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ലിസ്ണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് കേൾക്കണം. കാരണം ചില കേസസിൽ നമ്മൾ ലിസ്ണിങ് സമയത്ത് ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയി കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ കേസിൽ ലിസ്ണിങ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 7.5 ആണ് ലിസ്ണിങ്ങിന് കിട്ടിയത്. പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ എക്സാമിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് റീഡിംഗ് ആണ്. കാരണം റീഡിങ്ങിൽ ആ പാസേജ് വായിച്ചു വെക്കാനൊന്നും നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല. കാരണം ടൈം ലിമിറ്റഡ് ആണ്. ആ ടൈമിനുള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം. സോ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് റീഡിംഗ് ആണ്. കയ്യിലൊരു പെൻസിൽ കരുതിയിരിക്കണം. നിങ്ങൾ വായിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് നോക്കി പോകുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിടുക. കാരണം എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ പാസേജ് വായിക്കുന്നതിന് പകരമായി ആദ്യം ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. അങ്ങനെ എന്നിട്ട് അതിനുശേഷം അണ്ടർലൈൻ ചെയ്ത ആ വാക്കുകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ രീതി വേണം മുന്നോട്ട് പോകണം. കാരണം ഓരോ വേർഡും വെച്ച് വായിച്ചെടുക്കാനുള്ള സമയം എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നു, എത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നു, അതെല്ലാം ഈ റീഡിങ്ങിൽ മാറ്റർ ചെയ്യും. എനിക്ക് റീഡിംഗ് ആയിരുന്നു ബുദ്ധിമുട്ടായിട്ടുള്ളത്. എനിക്കൊന്ന് അക്കാഡമിക് IELTS റീഡിങ് ജനറൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്. പിന്നെ വരുന്നത് റൈറ്റിംഗ് സെഷനാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ 10 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഒരു 20 ലൈൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഈ കേസിൽ നമ്മൾ വെറുതെ കുറെ എഴുതിയിട്ട് കാര്യമില്ല. നേരെ മറിച്ച് അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിക്കണം. അതേമാതിരി തന്നെ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൽ അഡ്രസ് ചെയ്യണം. ഇതെല്ലാം നമ്മളെ റൈറ്റിംഗ് സമയത്ത് മാറ്റർ ചെയ്യും. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം IELTS ലിസ്റ്റ് എന്നുള്ള ആ വെബ്സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് റീഡിങ് നോക്കേണ്ടതെന്നും എങ്ങനെയാണ് റൈറ്റിംഗ് സെഷൻ നോക്കേണ്ടതെന്നും. പ്രത്യേകിച്ച് റൈറ്റിംഗ് സെഷൻ ഞാൻ നോക്കിയിട്ട് IELTS ലിസ്റ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പല പല മോഡൽസ് വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ IELTS അക്കാഡമിക് റൈറ്റിംഗിൽ നിങ്ങൾക്ക് 2 ടാസ്ക്കാണ് ഉണ്ടാവുക. സോ ഫസ്റ്റ് ടാസ്കിന് നിങ്ങൾക്ക് 20 മിനിറ്റാണ് സമയമുള്ളത്. 20 മിനിറ്റ്സിനുള്ളിൽ ഏകദേശം 150 വേർഡ്സ് ആണ് നിങ്ങളുടെ വേർഡ് ലിമിറ്റ്. ആ വേർഡ് ലിമിറ്റ് 150 വേർഡ്സ് ആണെങ്കിൽ
150 വേർഡ്സ് അല്ലെങ്കിൽ അതിനെക്കാട്ടി 155 വേർഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ കുറയാൻ പാടില്ല. അതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് നല്ലോണം കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സെക്കൻഡ് ടാസ്ക് വരുന്നത് 250 വേർഡ്സ് ആണ്. അതിന് നിങ്ങൾക്ക് 40 മിനിറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ വേർഡ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 250 വേർഡ്സ് ആണെങ്കിൽ 250 വേർഡ്സോ അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കണം. 250 വേർഡ്സിൽ കുറയാൻ പാടില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ വളരെ പുറകോട്ട് പോകാനുള്ള സാധ്യത അധികമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, കറക്റ്റ് ആയിട്ടുള്ള ബുക്സ്, കറക്റ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഇതൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ആർക്കും കോച്ചിങ് ഇല്ലാണ്ട് തന്നെ നല്ലൊരു സ്കോർ IELTS കിട്ടാൻ പറ്റുന്നതാണ്. കാരണം എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. കുറെ കാലത്ത് പ്രിപ്പറേഷൻ ഒന്നുമില്ല, വെറും 1 മാസം പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ഇതേ ഞാൻ പറഞ്ഞ മെറ്റീരിയൽസ്, ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽസ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. സോ എന്തുകൊണ്ട് ഞാൻ ഈ 3 യൂട്യൂബ് ചാനൽസിന് സ്ട്രെസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനൽസും ഒരുപാട് ബുക്സും നമ്മൾ എടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നില്ല. സോ റൈറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ, ആ സ്ട്രക്ചർ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ആർക്കും കോച്ചിങ് ഇല്ലാണ്ട് IELTS പാസ്സാകാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്.